എന്തിനാ മക്കളെ അങ്ങനെ അങ്ങനെ സൂപ്പർ സ്റ്റാർ അതൊക്കെ സീസണലായിട്ട് വരുന്നതല്ലേ. നിങ്ങളുടെ ഒരു സ്നേഹം പോലെ എനിക്ക് നിങ്ങളുടെ ഹൃദയത്തിൽ അതുണ്ടായാൽ മതി, ആ സ്നേഹം ഉണ്ടായാൽ മതി, അതേ ഇന്നും നിലനിൽക്കത്തുള്ളൂ. ഞാൻ എല്ലാ ജനറേഷൻ്റെ കൂടെ ഞാൻ നിൽക്കില്ലേ ഇവിടെ. അപ്പം അവർക്കും എനിക്ക് ഒരേ പ്രായം. എനിക്ക് 10 വയസ്സ്, എൻ്റെ മോൻ ഓഗസ്റ്റ് 10 വയസ്സാവും, എനിക്ക് 10 വയസ്സ്. വിക്കിപീഡിയ നോക്കിയപ്പോഴേ 5 ലാംഗ്വേജിലായിട്ട് 700ഓളം സിനിമകൾ. വിക്കിപീഡിയ പറഞ്ഞ് വിശ്വസിക്കുന്ന ഞാൻ പറയുന്ന ഒരു കാര്യം പറഞ്ഞത് എന്താണെന്നറിയാമോ? എന്റെ പിറന്നാള് ജനുവരി 25 വരുന്നു, ഫെബ്രുവരി 4 വരുന്നു. എന്നാ വെയിറ്റുള്ള എന്തെങ്കിലും അയച്ചെന്ന കുഴപ്പമില്ല. ചാനലുകാര് വെറുതെ പറഞ്ഞാണെന്ന് പറഞ്ഞിട്ടുണ്ടോ? 700ഓളം സിനിമകളാണ് എഴുതിയേക്കുന്നത്. അത്ര ഉണ്ടായിട്ടുണ്ടോ? അത്രയാണോ? എണ്ണം അറിയാവോ എത്ര സിനിമകളുണ്ടോ? എന്തുവാ ജോലി ഇരുന്ന് എണ്ണ്. ഒരമ്മച്ചേപ്പാട് തന്നെ തോന്നി. അപ്പൊ അതിന്റെ ഞാൻ കണ്ടിട്ടുള്ള ഒരു അമ്മയുടെ അപ്പൊ അതിന്റെ പ്രിപ്പറേഷൻസ് എന്തെങ്കിലും പ്രിപ്പറേഷൻസോ അതല്ലയോ കൊച്ചെ? ഞാൻ ആരെങ്കിലും റെഫർ ചെയ്യോ? അങ്ങനെ ആരെങ്കിലും റെഫർ ചെയ്യൂ? അല്ല, 1ാമത്തെ അവാർഡ് എന്ന് പറയുന്നത് എൻ്റെ ഡയറക്ടർ എന്നോട് പറയുന്ന ഓക്കെയാണ്. അതെനിക്ക് തോന്നുന്നു ആ ഓക്കെ കിട്ടിയില്ലെങ്കിൽ മറ്റേ ഒരു അവാർഡ് കിട്ടിയിട്ടും എനിക്ക് തൃപ്തിയാവത്തില്ല. എൻ്റെ മുമ്പിൽ നിൽക്കുന്ന എൻ്റെ ടീച്ചർ എൻ്റെ ഡയറക്ടറാണ്. അദ്ദേഹം ഒന്ന് പറഞ്ഞു ചേച്ചി ഓക്കെയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമാധാനം. ഒരുപാട് നന്ദിയുണ്ട്. ഞങ്ങൾക്ക് നമുക്ക് പുറത്തൊക്കെ കൊണ്ടുപോയിട്ട് ഈ പടം കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും നമുക്കൊരു ഗ്രേറ്റസ്റ്റ് ആക്ടർ ഉണ്ട്, അവരുടെ പേര് ഉർവശിയാണ്. നമ്മളെല്ലാവരോടും പറയായിരുന്നു നമ്മുടെ മെറിൽ സ്ട്രീപ്പും അല്ലെങ്കിൽ നമ്മുടെ അൽപചിനയും ഒക്കെ ഉർവശി മാമാണ്. അപ്പോൾ ഞാൻ പറയുന്നത് ഇനി അങ്ങോട്ടെങ്കിലും ഈ പറഞ്ഞ പോലെ മാം പല പ്രാവശ്യവും സൗകര്യപൂർവ്വം സന്തോഷപൂർവ്വം ഒഴിവാക്കിയിട്ടുണ്ട് ഈ സൂപ്പർ സ്റ്റാർ ടാഗ്. ഇപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കളിയാട്ടത്തിൽ സുരേഷ് ഗോപി എന്താണോ ചെയ്തത്, അല്ലെങ്കിൽ വിധേയനിൽ ശ്രീ മമ്മൂക്ക എന്താണോ ചെയ്തത്, അല്ലെങ്കിൽ ഭരതത്തിൽ ശ്രീ മോഹൻലാൽ എന്താണോ ചെയ്തത്, അതൊക്കെ തന്നെയാണ് ഉള്ളൊരിക്കൽ ഉർവശി എന്ന നടിയെ ചെയ്തു വെച്ചിട്ടുള്ളത്. ആ റേഞ്ച് അല്ലെങ്കിൽ ഏറ്റവും പുതിയ ഏറ്റവും അപ്ഡേറ്റഡ് വേർഷനാണ്. അപ്പോൾ ഇനി വേണമെങ്കിൽ അടുത്ത സിനിമയ്ക്ക് സൂപ്പർ സ്റ്റാർ ഉർവശി എന്ന് വെച്ച് മാർക്കറ്റ് ചെയ്യാം. എന്തിനാ മക്കളെ അങ്ങനെ അങ്ങനെ സൂപ്പർ സ്റ്റാർ അതൊക്കെ സീസണലായിട്ട് വരുന്നതല്ലേ. നിങ്ങളുടെ ഒരു സ്നേഹം പോലെ എനിക്ക് എവർഗ്രീൻ സ്റ്റാർ എന്നൊരു അവാർഡ് തന്നിട്ട് ആ ടൈറ്റിൽ ഞാൻ ഇടുന്നില്ലെന്ന് പറഞ്ഞാൽ ആ കൺസേൺ എന്നോട് വലിയ പിണക്കത്തില്ല. ഞങ്ങളുടെ ഇത്രയും വർഷത്തെ അനുഭവത്തിൽ ഞങ്ങൾ ആർക്കും കൊടുത്തിട്ടില്ല. എന്നിട്ട് നിങ്ങളെന്താ നിങ്ങളുടെ ഫിലിമിൽ അത് ഇടാത്തതെന്ന് ചോദിച്ചിട്ട് ഞാനത് റിലീസായി കഴിയുമ്പോഴേ ഓർക്കത്തുള്ളൂ. അയ്യോ അത് റിലീസായിപ്പോയല്ലോ, ഇനി ആ ടൈറ്റിലെടുത്ത് ഇടാക്കും. അവർ കാണുമ്പോൾ എന്നോട് ചോദിക്കുന്നു. മറ്റുള്ളവരൊക്കെ ഇട്ടോട്ടെ, നിങ്ങളുടെ ഹൃദയത്തിൽ അതുണ്ടായാൽ മതി, ആ സ്നേഹം ഉണ്ടായാൽ മതി, അതേ ഇന്നും നിലനിൽക്കത്തുള്ളൂ. ഇപ്പോൾ ഒരുപാട് മാറ്റം കാണാനുണ്ട്. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ പറയുന്ന പോലെ ഇങ്ങനെ ഇപ്പോൾ ഇന്നലെ സ്ക്രിപ്റ്റ് റൈറ്റർ ആയിട്ടുള്ള സഞ്ജയ് ബോബി ടീം അവരെഴുതിയിട്ടുള്ളത് ഏറ്റവും പുതിയ ഉർവശി. ഇപ്പോൾ റീഇൻട്രൊഡ്യൂസിങ് ഫഹദ് ഫാസിൽ എന്നൊക്കെ ആവേശത്തിൽ എഴുതിയ പോലെ ഏറ്റവും പുതിയ ഉർവശിയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇപ്പോൾ സിനിമയുടെ തുടക്കത്തിൽ തന്നെ ലോങ് ഷോട്ടിലിരുന്ന് ഒരു ഏറ്റവും സങ്കടപ്പെട്ട ഒരു കാര്യം പറയുമ്പോൾ ഉർവശിയുടെ ശരീരം മൊത്തം വിറക്കുകയും എന്നാൽ ഉർവശി കരയുകയും ചെയ്യുന്നില്ല. അങ്ങനത്തെ ഒക്കെ അതെങ്ങനെയാണ് സാധിക്കണമെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇത് പുതിയൊരു സെറ്റ് ഓഫ് ആളുകളുടെ കൂടെയാണ്, അല്ലെങ്കിൽ ഞാൻ പുതിയ കാലത്തെ റെപ്രസെന്റ് ചെയ്യണം, ഞാൻ പഴയതൊക്കെ അൺലേൺ ചെയ്യണം, അങ്ങനൊരു പ്രോസസ്സൊക്കെ ഉണ്ടോ ഇപ്പോൾ ചേച്ചിക്ക്? ഞാൻ ഒരു സമയത്തും കോൺഷ്യസ് ആയിട്ട് ഞാൻ അഭിനയിക്കാൻ പോവുകയാണെന്ന് ചിന്തിച്ചാൽ ഞാൻ പെട്ടുപോകും. ഡയറക്ടർ പറഞ്ഞിരുന്നത് ഞാൻ ആ ആക്ഷൻ എന്ന് പറഞ്ഞില്ലെങ്കിൽ ചെയ്യുന്നതാണ്. കട്ടെന്ന് പറയുമ്പോൾ ഞാനാവും. പക്ഷെ കുറച്ച് ഇമോഷണൽ ഫിലിംസ് ചെയ്യുമ്പം എന്തോ കുറച്ച് കാലമായിട്ട് ഞാൻ കൂടുതൽ ഇൻവോൾവ് ആവും. ഞാൻ ഗ്ലിസറിൻ ഉപയോഗിക്കാറില്ല. അപ്പോൾ അതെന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ശബ്ദത്തെ ബാധിക്കും. ഈ സിനിമ സിംഗ് സൗണ്ട് ആയിരുന്നു, അപ്പം ഡബിങ്ങും ഇല്ല നമുക്ക്. അപ്പം ഞാൻ ക്രിസ്റ്റോട് ആദ്യം ഒറ്റ കാര്യമേ പറഞ്ഞുള്ളൂ, കുറേ കരഞ്ഞു കഴിഞ്ഞാൽ പ്രോബ്ലം ആവും ക്രിസ്റ്റോ. അപ്പോൾ ക്രിസ്റ്റോനോട് പറഞ്ഞ ചേച്ചിക്ക് എപ്പോൾ കരയണമെന്ന് തോന്നുന്നു അപ്പോൾ കരഞ്ഞാൽ മതി, അതേ ഉള്ളൂ ലീലാമ്മ. അല്ലാതെ ഞാൻ ഡിമാൻഡ് ചെയ്യില്ല, ഒരിക്കലും ഡിമാൻഡ് ചെയ്തിട്ടില്ല ക്രിസ്റ്റോനോട്. അത് ഒരു ഷോട്ടുണ്ട് ഞാൻ പാറുവിനോട് കണ്ടിന്യൂസ് ആയിട്ട് പറഞ്ഞു വന്നിട്ട് അവസാനം നീങ്ങുന്ന ഒരു ഷോട്ടുണ്ട്, ഓർമ്മ ഉണ്ടാവുന്ന എനിക്ക്. അപ്പോൾ അതിൽ ആ ബിഗിനിങ്ങിൽ ഞാൻ കരയാതിരിക്കാൻ ഞാൻ അത്ര തത്രപ്പെട്ടു. കാരണം ആ സിറ്റുവേഷൻ ആലോചിക്കുമ്പോൾ ഏതൊരു സ്ത്രീക്കും സങ്കടം തോന്നും. ഷെയർ ചെയ്യാൻ ആരും ഇല്ല എന്നുള്ളതാണ്. അപ്പം അങ്ങനത്തെ ഒരുപാട് മൊമെന്റ്സ് ഉണ്ട്. കാരണം ഒരു സ്ത്രീക്ക് മറ്റൊരു സ്ത്രീയുടെ മുമ്പിൽ എത്രമാത്രം താഴാവോ അത്രയും താഴുന്നുണ്ട് ഈ ക്യാരക്ടർ. അപ്പം അവരുടെ സ്വാർത്ഥതയല്ല, അവർക്ക് സ്നേഹം അതിനുവേണ്ടി താഴ്ന്ന് വരുന്നുണ്ട്.
അപ്പോൾ അതിലൊക്കെ തന്നെ നമ്മൾ കരയാതെ നോക്കിയിട്ടുണ്ട്. കോൺഷ്യസ് ആയിട്ട് ചെയ്യാൻ പറ്റില്ല. ഞാൻ ഇവിടുന്ന് എങ്ങോട്ടെങ്കിലും പോയി എന്ന് എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല മോനെ. ഞാൻ എല്ലാ ജനറേഷൻ്റെ കൂടെ ഞാൻ നിൽക്കില്ലേ ഇവിടെ. അപ്പം അവർക്കും എനിക്ക് ഒരേ പ്രായം. എനിക്ക് 10 വയസ്സ്, എൻ്റെ മോന് ഓഗസ്റ്റ് 10 വയസ്സാവും, എനിക്ക് 10 വയസ്സ്. വിക്കിപീഡിയ നോക്കിയപ്പോഴേ 5 ലാംഗ്വേജിലായിട്ട് 700ഓളം സിനിമകൾ. വിക്കിപീഡിയ പറഞ്ഞ് വിശ്വസിക്കുന്ന ഞാൻ പറയുന്ന ഒരു കാര്യം പറഞ്ഞത് എന്താണെന്നറിയാമോ? എൻ്റെ പിറന്നാള് ജനുവരി 25 വരുന്നു, ഫെബ്രുവരി 4 വരുന്നു. എന്നാൽ വെയിറ്റുള്ള എന്തെങ്കിലും അയച്ചെന്നാൽ കുഴപ്പമില്ല. ചാനലുകാർ വെറുതെ പിറന്നാളെന്ന് പറഞ്ഞിട്ടുണ്ടോ? 700ഓളം സിനിമകളാണ് എഴുതിയേക്കുന്നത്. അത്ര ഉണ്ടായിട്ടുണ്ടോ? അത്രയാണോ? എണ്ണം അറിയാവോ എത്ര സിനിമകളുണ്ടാവും? എന്തുവാ ജോലി ഇരുന്ന് എണ്ണ്. എനിക്ക് ആരാണ്ടോ പറഞ്ഞു തന്നെ. നിങ്ങൾ പിള്ളേരല്ലേ, നിങ്ങൾ പക്ഷെ ഫിലിമോഗ്രാഫി ഒന്നും കൊടുത്തിട്ടില്ല ഒരിടത്തും. അത് നമുക്ക് അപ്ഡേറ്റ് ചെയ്യണം. ഫിലിമോഗ്രാഫിയോ? ധൈര്യമായിട്ട് പറഞ്ഞു. എന്തോ കൊച്ചിന്റെ പേര്? ഷിയോണോ? ഷിയോൺ ധൈര്യമായിട്ട് എവിടെയെങ്കിലും അപ്ഡേറ്റ് ചെയ്യും. ഓക്കെ, ഞാൻ ലൈസൻസ് അല്ല, അത്രത്തോളം സിനിമകളുണ്ട്. അപ്പം അതിൻ്റെയൊക്കെ അനുഭവം, ആ എക്സ്പീരിയൻസ് എല്ലാം ഉള്ളൊഴുക്കിലൊരു ഒരു കനമുള്ള ഒരു ക്യാരക്ടർ. അതായത് മനസ്സിൽ ഒരുപാട് കനം വെച്ച് ഒരു ചിരി കനം വെച്ച് ഒരു ചിരി പോലും ഇല്ലാതെ ഉള്ള ഒരു ക്യാരക്ടറാണ്. അപ്പൊ അതിനുള്ള പ്രിപ്പറേഷൻസോ അല്ല, ആ ക്യാരക്ടർ ലീലാമ്മേനെ കണ്ടപ്പോൾ ഞാൻ കണ്ടിട്ടുള്ള ഒരു അമ്മച്ചിയുടെ ഒക്കെ ഉള്ള ഒരു ഇത് തോന്നി. ഒരു അമ്മച്ചിയെ പോലെ തന്നെ തോന്നി. അപ്പൊ അതിന്റെ ഞാൻ കണ്ടിട്ടുള്ള ഒരു അമ്മയുടെ അപ്പോ അതിന്റെ പ്രിപ്പറേഷൻസ് എന്തെങ്കിലും അതല്ലയോ കൊച്ചു ഞാൻ ആരെങ്കിലും റെഫർ ചെയ്യോ അങ്ങനെ റെഫറൻസോ അങ്ങനെ എന്തെങ്കിലും? അതല്ലേ പറഞ്ഞു. ഇപ്പൊ ശിവം കണ്ടുപോലെ കുറെ അമ്മമാരെ ഞാനും കണ്ടിട്ടില്ലേ. അപ്പൊ എന്റെ അമ്മ അതുപോലുള്ള ഒരുപാട് അമ്മമാര് എനിക്കറിയാവുന്ന പോലെ അഭിനയിച്ചു. കൊള്ളായിരുന്നോ? ഈ ക്രിസ്റ്റോ പറഞ്ഞ ഈ രണ്ടുപേരും 2 മെത്തേഡ് യൂസ് ചെയ്ത് ആക്ട് ചെയ്യുന്നവരാണ്. ഒരാൾ ഭയങ്കര സ്പോണ്ടേനിയസും ഒരാൾ ഭയങ്കര വെൽ പ്രിപ്പയർഡും. അപ്പോൾ ശരിക്കും എങ്ങനെ ഈ കോ ആർട്ടിസ്റ്റ് ഭയങ്കര അടിപൊളിയാകുമ്പോഴാണോ നമ്മുടെ പെർഫോമൻസ് നന്നാക്കണം എന്ന് പറഞ്ഞാൽ ഭയങ്കര റെസ്പോൺസിബിൾ ആവുള്ളൂ? ഉർവശി മാം എത്രത്തോളം പാർവതിനെ റെസ്പോൺസിബിൾ ആക്കിയിട്ടുണ്ട്? അതിവിടെ ഒരു 100% എന്നെ റെസ്പോൺസിബിൾ ആക്കിക്കൊണ്ടിരുന്നത് ചേച്ചി തന്നെയാണ്. ഓബ്വിയസ്ലി ആദ്യം കഥ പറയുമ്പം ക്രിസ്റ്റോനോടുമായിട്ട് ഇങ്ങനെ ഒരുപാട് ഡിസ്കഷൻസും റീഡിങ്സും അഞ്ജു എന്താണ് അഞ്ജു ഇങ്ങനെ എന്നുള്ള കാര്യങ്ങളും അഞ്ജുവിൻ്റെ തീരുമാനങ്ങളെ പറ്റിയിട്ടൊക്കെ സംസാരിക്കും. പക്ഷേ സെറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ ഇപ്പോൾ സിനിമ കണ്ട എല്ലാവർക്കും അറിയാം, ചേച്ചി ഞാനും അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നമ്മളിങ്ങനെ പന്തെറിഞ്ഞ് കളിക്കുന്ന പോലെ ഓരോന്നും പറയുന്നു പറയാതിരിക്കുന്നു. സോ ചേച്ചിയുടെ മെത്തേഡാണോ ഇനി മെത്തേഡ് ഇല്ലായ്മയാണോ എന്ന് പറയാൻ എനിക്കറിയില്ല. അത് ഭയങ്കരമായിട്ട് എന്നെ ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്. ഒരുപാട് എന്നെ നമ്മൾ കുറേ പിടിച്ചു വെച്ച് അഭിനയിക്കണം, അല്ലെങ്കിൽ പുറത്ത് കാണിക്കാൻ പാടില്ല, അത് ലീലമ്മ കാണരുതെന്ന് വിചാരിച്ചിട്ടാണ് പലതും ഉള്ളിൽ ഒതുക്കി പിടിക്കുന്നത്. അതൊക്കെ എനിക്ക് എളുപ്പത്തിൽ വന്നത് ഞാൻ കുറച്ചൊന്ന് റിലാക്സ് ആകുമ്പോഴാണ്. അപ്പോൾ ചേച്ചി ഇല്ലാത്ത സീനിലൊക്കെ ഞാൻ നല്ലോണം ചേച്ചീനെ മിസ് ചെയ്യും. കാര്യം ഞാൻ ഒറ്റയ്ക്കുള്ള സീൻസൊക്കെ ശരിക്കും ആ ഒരു എന്താണ് ഒരു ശരിക്കും നമ്മളെ സ്നേഹിച്ചും നമ്മളുടെ കൂടെ ആ ഒരു കലാസൃഷ്ടിൻ്റെ ഭാഗമാവണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു കോ ആക്ടറിനെ നമുക്ക് കിട്ടുമ്പോൾ, അത് ചേച്ചിയെ പോലെ ഒരു സീനിയർ ചേച്ചി അത്രയും ജനറസ് ആണ് സെറ്റിൽ, അത് ആരോടാണെങ്കിലും, എന്നോട് മാത്രമല്ല. അപ്പോൾ അത് എന്നെ വളരെയധികം റെസ്പോൺസിബിൾ ആക്കിയിട്ടുണ്ട്. ഇനി അങ്ങോട്ട് പോകുമ്പോൾ അത് എന്നെ ഇനിയും എനിക്ക് ഗുണം ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മൾ ഈ പടത്തിന്റെ റെസ്പോൺസ് എടുത്ത കൂട്ടത്തില് കുറെ ആളുകൾ ഇങ്ങനെ പറഞ്ഞു അഭിനയിക്കുന്നവർക്ക് എന്തൊക്കെ അവാർഡ് കൊടുക്കാൻ പറ്റുമോ ആ അവാർഡ് എല്ലാം ഉർവശി ചേച്ചിക്ക് കൊടുക്കണമെന്ന്. അപ്പം ഇത്ര എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാൾ ഇപ്പം അവാർഡ്സിൽ എത്രത്തോളം ചേച്ചി എക്സൈറ്റഡ് ആവാറുണ്ട്? അല്ല, ഒന്നാമത്തെ അവാർഡ് എന്ന് പറയുന്നത് എൻ്റെ ഡയറക്ടർ എന്നോട് പറയുന്ന ഓക്കെയാണ്. അതെനിക്ക് തോന്നുന്നു ആ ഓക്കെ കിട്ടിയില്ലെങ്കിൽ മറ്റേ ഒരു അവാർഡ് കിട്ടിയിട്ടും എനിക്ക് തൃപ്തി ആവത്തില്ല. എൻ്റെ മുമ്പിൽ നിൽക്കുന്ന എൻ്റെ ടീച്ചർ എൻ്റെ ഡയറക്ടറാണ്. അദ്ദേഹം എന്ന് പറഞ്ഞു ചേച്ചി ഓക്കെയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമാധാനം. ചിലപ്പോൾ ക്രിസ്റ്റോ ചിലത് മറന്നു പോയിട്ട് അടുത്ത് ക്യാമറമാൻ്റെ അടുത്തോട്ട് പോകും, ടേക്ക് കഴിഞ്ഞ് എന്നെ നോക്കാതെ. അയ്യോ അപ്പം ഞാൻ ചെയ്ത് ഓക്കെ ആയില്ലേ, ഈ പയ്യൻ എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ. പിന്നെ ഞാൻ അടുത്ത് കഴിഞ്ഞത് ഓക്കെയാണോ? ചേച്ചി ഓക്കെയാണ്. ഞാനതല്ല, ഞാൻ ആ ട്രാക്ക് വന്നതിൻ്റെ ക്യാമറ എൻ്റെ അടുത്ത് പറഞ്ഞിട്ട് അവിടെ പോയി പറഞ്ഞുള്ളൂ. അപ്പോൾ അതാണ് എൻ്റെ ഫസ്റ്റ് അവാർഡ്. പിന്നെ നിങ്ങളൊക്കെ പറയുന്ന സെക്കൻഡ് അവാർഡ്. അത് കഴിഞ്ഞ് കിട്ടുന്ന ഒരു പ്രോഗ്രസ് റിപ്പോർട്ടിൻ്റെ മാർക്കാണ്
പിന്നെ കിട്ടുന്ന അവാർഡ്. കിട്ടിയാൽ സന്തോഷം, കിട്ടിയില്ലെങ്കിൽ അതിന് സന്തോഷം. ഈ നോമിനേഷനിലൊക്കെ വന്നിട്ട് പിന്നെ അത് നിരസിക്കപ്പെടുക അല്ലെ അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ ചേച്ചി അതിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? എനിക്ക് സ്റ്റേറ്റ് അവാർഡുകളൊന്നും അങ്ങനെ നിരസിക്കപ്പെട്ടിട്ടില്ല. കാരണം നിങ്ങളൊക്കെ ഇങ്ങനെ ചാർത്തി തന്നതിന് ശേഷം എനിക്ക് നിവൃത്തിയില്ലാതെ അറിയേണ്ടി വന്നിട്ടുമുണ്ട്. 4ാമത്തെ വർഷം തുടർച്ചയായിട്ട് 3 വട്ടം കിട്ടിയിട്ട് 4ാമത്തെ വർഷം ജൂറി പറഞ്ഞു ഉർവശി അഭിനയിക്കുന്ന സമയത്ത് വേറെ ആർക്കും കിട്ടത്തില്ല, അതുകൊണ്ട് ഈ വർഷം മാറ്റി കൊടുക്കാറുണ്ട്. പിന്നെ 5ാമത്തെ വർഷം എനിക്ക് തന്നെ. അപ്പോഴും നമുക്ക് പരാതിയൊന്നുമില്ല. അപ്പം നാഷണൽ അവാർഡിന് പോയപ്പം അവിടുത്തെ ചില എന്താ പറയുക ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട പടം ചെയ്യുന്ന ഡയറക്ടേഴ്സ് പറഞ്ഞു, ഇവരെന്തിനാ കൊണ്ടുവന്ന് ഈ 2ാം കിട 3ാം കിട മലയാള സിനിമയ്ക്ക് വേണ്ടി ഇവരുടെ പെർഫോമൻസ് വേസ്റ്റ് ചെയ്യുന്നു എന്നൊരു ചോദ്യം ചോദിച്ചു. അതെന്നെ വല്ലാതെ ഹേർട്ട് ചെയ്തു. കാരണം ആരും കാണാത്ത കുറച്ച് സിനിമകൾക്ക് വേണ്ടിയുള്ള അവാർഡ്സ് അല്ല ഞാൻ സ്വീകരിച്ചിരിക്കുന്നത്. മഴവിൽക്കാരനി മുതൽ അച്ചുവിൻ്റെ അമ്മ ഉൾപ്പെടെയുള്ളത് കൊമേഴ്ഷ്യലി ഹിറ്റ് ഫിലിംസ് ആണ്. അതെന്നെ ഏറ്റവും നന്നായിട്ട് സന്തോഷിപ്പിച്ചിട്ടുണ്ട്. കാരണം ഞാൻ പടം ചെയ്യുന്ന പ്രൊഡ്യൂസർ നന്നാവണേ ഈശ്വര എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് നമ്മൾ ഷോട്ടിന് നിൽക്കുന്നത്. അപ്പോൾ അത് അങ്ങനെ ഒരു അഭിപ്രായം ഒരിക്കലും പാടില്ല. ജനകീയ സിനിമ എടുക്കുന്ന നിസ്സാര കാര്യമാണ് അല്ലേ? അപ്പോൾ അങ്ങനെ ഒരു കമൻറ്റ് വന്നപ്പോൾ ഞാൻ പിന്നെ അത് മൈൻഡ് ചെയ്യാതായി. ഇപ്പോഴും തന്നെ പറയുന്നു, കിട്ടിയാൽ സന്തോഷം, കിട്ടാത്തതിനെ കുറിച്ച് ഒരു വിഷമമില്ല. കാരണം ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്ന എനിക്ക് കിട്ടിയ ജീവിതം ബോണസാണ്, ഞാൻ ആഗ്രഹിച്ചു വന്നതല്ല. അപ്പോൾ എല്ലാം കൊണ്ട് സന്തോഷം, പിന്നെ ഒരു പരാതിയില്ല. ഇപ്പം ടേക്ക് ഓഫ് എന്നുള്ള സിനിമ ചെയ്യുന്ന സമയത്ത് പ്രകാശ് ബൽവാടി എന്നുള്ള ആക്ടർ മഹേഷ് നാരായണനോട് പറയാണ്, നിന്റെ മനസ്സിൽ എപ്പോഴും ഒരു എഡിറ്റർ ഉണ്ട്, അല്ലെങ്കിൽ നിന്റെ മനസ്സിൽ എപ്പോഴും ഒരു ഡയറക്ടർ ഉണ്ട്, ആക്ഷൻ്റെയും കട്ടിൻ്റെ ഇടയിൽ നിന്റെ കട്ടിൻ്റെ ഇടയിൽ എന്നെ ഇങ്ങനെ അഭിനയിപ്പിക്കല്ലേ, എനിക്കൊരു സ്പേസ് ഉണ്ട്, ഞാൻ ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ കുറച്ച് ഇംപ്രവൈസ് ചെയ്യേണ്ടി വരും, ചിലപ്പോൾ എനിക്ക് കുറച്ച് ബ്രീത്ത് എടുക്കേണ്ടി വരും, ഞാൻ എന്താണോ ആക്ട് ചെയ്യുന്നത് അത് നീ ഷൂട്ട് ചെയ്യുക, അങ്ങനെ ഒന്ന് നമുക്ക് വർക്ക് ചെയ്ത് നോക്കാം. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ പ്രോസസ്സ് മൊത്തം മാറിയിട്ടുണ്ട്. സമാനമായിട്ടുള്ള ഒരു കാര്യം ഉസ്താദ് ഹോട്ടലിൽ തിലകൻ സാർ അൻവർഷിദിനോട് പറഞ്ഞൊന്നും കേട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ അവർക്ക് പുതിയ ലേണിംഗ് ആയിരുന്നു. ഇനി അടുത്ത സിനിമ ചെയ്യുമ്പോൾ ആക്ടേഴ്സിനെ അപ്രോച്ച് ചെയ്യുന്ന വിധത്തിൽ, സ്ക്രീൻ പ്ലേ അപ്രോച്ച് ചെയ്യുന്ന വിധത്തിലൊക്കെ. അപ്പോൾ ഈ ഉർവശി മാമിൻ്റെ കൂടെയുള്ള അസോസിയേഷനിൽ ഇനി അടുത്ത സിനിമയ്ക്ക് ചെയ്യാൻ എന്തെങ്കിലും പുതിയ അപ്രോച്ച്, അല്ലെങ്കിൽ ക്രിസ്റ്റോ വിചാരിച്ചു ഇതിങ്ങനെയായിരിക്കും ഈ സീൻ വരിക, പക്ഷെ ഉർവശി മാം വേറെ തന്നെ രീതിയിൽ ഡെലിവറി ചെയ്തു, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ അനുഭവം ഉണ്ടോ? എനിക്ക് തോന്നുന്നു അങ്ങനത്തെ ഒരുപാട് സീൻസ് ഉണ്ട് ഫിലിമിൽ. ഞാൻ എഴുതി വെച്ചതിനെക്കാട്ടിലൊക്കെ അത് സംഭവിക്കുന്നത് കാണുമ്പോൾ തന്നെ ഭയങ്കരമായിട്ട് എലിവേറ്റ് ചെയ്യപ്പെട്ട സീൻ. പ്രത്യേകിച്ച് ഫസ്റ്റ് ഹാഫിൽ ഈ പറഞ്ഞ ഒരു ചേച്ചിയുടെ സിംഗിൾ ഷോട്ട്, അങ്ങനത്തെ ഒരു സീനാണ്. അവിടെ വന്നിരുന്ന് ചേച്ചി അത് പറഞ്ഞു, ഞങ്ങൾ ഫോക്കസ് ഒക്കെ എടുത്തു, ഞങ്ങൾ കുറേ ഷോട്ട്സ് ഒക്കെ പ്ലാൻ ചെയ്തിട്ട് വന്നതാണ്. പക്ഷെ ചേച്ചി ടേക്ക് തന്നതിന് ശേഷം ഞങ്ങളൊക്കെ സ്റ്റണ്ടായിപ്പോയി. പിന്നെ അടുത്ത ഷോട്ട്സ് ഒക്കെ എല്ലാം മറന്നിട്ട് ചേച്ചിയോട് പൊക്കോളൂ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ സെപ്പറേറ്റ് ആണ് ഷോട്ട്സ് എടുത്തത്. അപ്പം അങ്ങനത്തെ ഒരുപാട് ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഫസ്റ്റ് ഹാഫിൽ ഒരു പ്രാർത്ഥനയുടെ ഒരു രംഗവും ഇവർ രണ്ടുപേരും രംഗവും ഞാൻ എഴുതി വെച്ചു. അതെനിക്ക് ഇഷ്ടമുള്ള രംഗമായിരുന്നു. പക്ഷെ അത് ഫസ്റ്റ് ഷോട്ടിൽ വൈറ്റ് ഷോട്ടിൽ ആ സീൻ മൊത്തം കാണുമ്പം ഞാൻ എഴുതി വെച്ചതിനേക്കാളൊക്കെ എത്ര മേളിൽ അതെത്തി എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. അങ്ങനത്തെ ഒരുപാട് സീൻസ് ഉണ്ട് ഫിലിമിൽ. പിന്നെ എനിക്ക് തോന്നിയത് രണ്ടുപേരും ചേച്ചിയാണെങ്കിലും പാർവതിയാണെങ്കിലും രണ്ട് തരത്തിലുള്ള ആക്ടേഴ്സാണ്. പക്ഷെ നമ്മൾ എഴുതി വെച്ചതിനെയൊക്കെ എന്താ പറയുക, നമ്മൾ എഴുതി വെച്ചതിനെക്കാട്ടിൽ അപ്പുറം എത്തിക്കാൻ പറ്റുന്ന രണ്ട് ആൾക്കാരാണ്. ഇതേപോലെ തന്നെ എനിക്ക് തോന്നുന്നു ആദ്യകാല സമയത്ത് ഞാൻ ഒരു ചെറിയൊരു റീഡിങ് സമയത്ത് പാർവതി ഈ ഡയലോഗ് വായിച്ചപ്പം എനിക്ക് കിട്ടിയൊരു ഫീലുണ്ട്. നമ്മൾ എഴുതി വെച്ച കാര്യം ആദ്യമായിട്ട് ജീവൻ വെക്കുന്നു എന്നൊരു തോന്നൽ വന്നത് പാർവതി അത് വായിച്ചു കഴിഞ്ഞപ്പോഴാണ്. അപ്പം എനിക്ക് തോന്നുന്നത് ഇങ്ങനെ രണ്ട് ആക്ടേഴ്സിനെ കിട്ടുക തന്നെ ആണ് ഏറ്റവും വലിയൊരു അനുഗ്രഹം. അപ്പൊ എല്ലാ സിനിമയിലും അത് കിട്ടിക്കഴിഞ്ഞാൽ എൻ്റെ ജോലി ഭയങ്കര എളുപ്പമായി മാറും. അപ്പൊ അങ്ങനെ സംഭവിക്കട്ടെ എന്നൊരു പ്രാർത്ഥന മാത്രമേ എനിക്കുള്ളൂ. ചേച്ചി, ഈ പടത്തിലെ അഞ്ജു എന്നാണ് കഥാപാത്രം ഭയങ്കര പെയിന് ഉള്ളിലൊതുക്കി ഒന്ന് ചിരിക്കാൻ പോലും പറ്റാത്ത അങ്ങനത്തെ ഒരു കഥാപാത്രം ഉണ്ടല്ലോ. അപ്പൊ കണ്ടോണ്ടിരുന്ന നമുക്ക് പോലും എന്താ പറയുക, കണ്ടു കഴിഞ്ഞിട്ടും പെയിന് മാറുന്നില്ല, എന്തോ ഒരു കനവുള്ളതുപോലെ മനസ്സില്. അപ്പോൾ ആ കഥാപാത്രം എപ്പോഴെങ്കിലും ചേച്ചി പേഴ്സണലി അഫക്റ്റ് ചെയ്തതായിട്ട് തോന്നിയിട്ടുണ്ടോ? ഒട്ടുമില്ല. അല്ല, ശരിക്കും എനിക്ക് ആദ്യമായിട്ട് ക്രിസ്റ്റോ കഥ പറഞ്ഞപ്പോൾ ഞാൻ ഒന്ന് മൂടി വെക്കാൻ ശ്രമിച്ചിട്ടുള്ള എൻ്റെ ഒരു റിയാക്ഷൻ അത്രയും ഞാൻ ഷോക്ക്ഡ് ആയിരുന്നു. കാര്യം നമ്മൾ അത്രയും ഓണസ്റ്റായിട്ട് ഒരു രീതിയിലുള്ള കലർപ്പും ഇല്ലാതെ ഇഷ്ടപ്പെടുത്താൻ വേണ്ടിയിട്ട് ഒരു സ്ത്രീ കഥാപാത്രം ഞാൻ വായിച്ച് കണ്ടിട്ടില്ല. ഇതിന് മുമ്പ് ആക്ച്വലി ടേക്ക് ഓഫ് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് സമീറയെ പറ്റിയിട്ട് ഫിലിം ക്രൂവിലുള്ള തന്നെ ഒരാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആൾക്കാർക്ക് ഇഷ്ടപ്പെടുമോ സമീരനെ, സമീർ ഒട്ടും ചിരിക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ മഹേഷ് സമീരനെ ഡിഫെൻഡ് ചെയ്തത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അതായത് ചിരിപ്പിക്കാനും അല്ലെങ്കിൽ ഇഷ്ടപ്പെടുത്താനും വേണ്ടിയിട്ടുള്ള ഉള്ളത് സമീരയെ പോലെയുള്ള സ്ത്രീകളെ കാണിക്കാൻ വേണ്ടിയിട്ടല്ല ചെയ്യുന്നതെന്ന് പറഞ്ഞു. അതിന് ഞാൻ ഒന്ന് കേട്ടിരുന്നു എന്നേ ഉണ്ടായിരുന്നുള്ളൂ.
സിമിലർ തിങ് ഫോർ ക്രിസ്റ്റോ. എൻ്റെ വിശ്വാസം ക്രിസ്റ്റോ കണ്ടു വളർന്നിട്ടുള്ള സ്ത്രീകളെ ശരിക്കും ഒബ്സർവ് ചെയ്തും മനസ്സിലാക്കിയിട്ടുമാണ് എഴുതിയത്. അതിലുപരി അതെനിക്കും ചേച്ചിക്കും ആ കഥാപാത്രങ്ങൾ കിട്ടുമ്പോൾ അത് പിന്നെ ഐ തിങ്ക് ഗ്രെറ്റ ഗർവിഗ് പറഞ്ഞിട്ടുണ്ട്, വെൻ യു കാസ്റ്റ് പീപ്പിൾ ട്രസ്റ്റ് ദെം, പിന്നെ കൊടുക്കൂ, അത് അവരുടെയും കൂടെ ആണെന്നുള്ളൊരു സംഭവം ഉണ്ടല്ലോ. അത് ക്രിസ്റ്റോ റിയലി ഡിഡ് ദാറ്റ്. പക്ഷെ ഓരോ ദിവസവും നമ്മൾ സെറ്റിൽ ചെല്ലുമ്പോൾ എത്ര നമ്മൾ റിലാക്സ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാലും കുറച്ച് ബാക്കിയുണ്ടാവും. അപ്പോൾ ഓരോ ദിവസത്തിൻ്റെയും ഇങ്ങനെ മറ്റേ ഡെപ്പോസിറ്റ് പോലെ അതിങ്ങനെ കയറി വരുമായിരുന്നു. അത് കഴിഞ്ഞ ഉടനെ ഞാൻ പിന്നെ എന്താ പറയുക, യാത്രയ്ക്ക് പോയി ഇമ്മീഡിയറ്റ്ലി ഷൂട്ട് കഴിഞ്ഞിട്ട് ആ ഖനം ഒന്ന് ലൈറ്റാക്കാൻ വേണ്ടി. പക്ഷേ എനിക്ക് ക്ലൈമാക്സ് ആണ് എൻ്റെ ഫേവറേറ്റ്. അതുകൊണ്ട് തന്നെ ആ ഖനം കുറച്ചൊന്ന് കുറഞ്ഞു ആ ഷൂട്ട് കഴിഞ്ഞ സമയത്ത്. കാര്യം അവിടെ ഫൈനലി അഞ്ജുവിനൊരു കിട്ടേണ്ടതാണ്, അഞ്ജുവിന് ആ ഒരു സേഫ് സ്പേസ് കിട്ടി എന്നുള്ളൊരു സമാധാനം എനിക്കുണ്ട് അഞ്ജുവിന് വേണ്ടിയിട്ട്. ഒരുപാട് ബുദ്ധിമുട്ടാണ് എനിക്ക്. ഞാൻ ക്രിസ്റ്റോയുടെ എതിരഭിപ്രായം പറഞ്ഞു, ക്രിസ്റ്റോ വേണ്ട, സീൻസ് ബാധിക്കും, ഇതിന് കുഴപ്പമില്ല, വെള്ളം കുടിച്ചാൽ ചുമയ്ക്കുകയും ചെയ്തു, വേണ്ട ക്രിസ്റ്റോ, എങ്ങനെ വന്നാലും അതങ്ങനെ നീക്കി പോകത്തില്ല ഈ സൈഡ്. അപ്പം അത് നമ്മളെ വല്ലാതെ കുറച്ച് കഴിയുമ്പോൾ നമ്മളെ വല്ലാതെ ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്യും. പിന്നെ ഈ കുറച്ച് ഡാർക്കായിപ്പോയി ഔട്ട് സൈഡിൽ, ഉള്ളിൽ നല്ല ലൈറ്റ് ഉണ്ടെന്ന് പറയുമ്പോൾ ഔട്ട് സൈഡിൽ ലൈറ്റ് ഇടും. ഈ ലൈറ്റ് ഇടുമ്പം ചീവീടൊക്കെ കിടന്ന് വിളിക്കുക രാത്രിയാണെന്നും പറഞ്ഞു. അപ്പം ചീവീടിൻ്റെ ശബ്ദം അറിയാമല്ലോ, കോറസായിട്ട് വിളിക്കും, അലർച്ചയുടെ ശബ്ദം, അതിങ്ങനെ തടി ഇറക്കുന്ന പോലത്തെ ശബ്ദമൊക്കെയാണ് കേൾക്കുന്നത് ചിലപ്പോൾ. അപ്പോൾ ഈ മൈക്കിൻ്റെ ഷാർപ്പായിട്ട് കേൾക്കും. അപ്പോൾ കുറേ നേരം നിൽക്കണം. കാരണം വെച്ചാൽ പ്രകൃതിയുടെ സ്വഭാവം മാറ്റുകയല്ലേ ചെയ്യുന്നത്. ഇപ്പോൾ രാത്രി ഇടേണ്ട വലിയ ലൈറ്റ്സ് ഒക്കെ കൊണ്ടുവന്ന് പകൽ സമയത്ത് ഇടുമ്പോൾ അവർക്ക് കൺഫ്യൂസ്ഡ് ആവുകയാണ്. അങ്ങനെ ഓരോ സമയത്തും നല്ല സമയം എടുത്തിട്ടാണ് ചെയ്തത്. 42 ദിവസം എന്ന് പറയുന്നത്. പിന്നെ ഇവിടം വരെ വെള്ളമാണ്, ആലോചിച്ചോ. അവർ ഉച്ചയ്ക്ക് ഉണ്ണാൻ പോകുമ്പോഴും ഈ നനവോടുകൂടിയാണ് ഇരിക്കുന്നത്. ഹൗസ് ബോട്ടിനകത്താണ് ഞങ്ങൾക്ക് തന്നിരിക്കുന്ന സ്ഥലം ഇരിക്കാൻ. വേറെ കാരണം ഒരു ഭാഗത്ത് മുഴുവൻ കായലല്ലേ. അപ്പോൾ രാത്രി നമ്മൾ റൂമിൽ ചെല്ലുന്നവരെ ഇത്രയും ഭാഗം നനഞ്ഞിരിക്കുക. ഇപ്പോഴും സ്റ്റിൽ എൻ്റെ കാല് ഏകദേശം കറുത്തതുപോലെയായി, ഇത്രയും ദിവസം അവിടെ ആ വെള്ളത്തിലായിട്ട്. നമ്മൾ സീനിലോട്ട് കയറുമ്പോൾ ഇത് മറന്നു പോകും, അതാ വാസ്തവം. എന്നിട്ട് പിന്നെ ഉച്ചയാകുമ്പോഴാണോ നനഞ്ഞിരി ഇത്രയും നേരം നനഞ്ഞാണല്ലോ ഇരുന്നത്. വീണ്ടും നമ്മളിത് സാരി അഴിച്ചു കൊടുത്ത് അയൺ ചെയ്ത് തിരിച്ചു കൊണ്ടുവന്ന് ഇടുമ്പോഴത്തേക്കും പിന്നെ നനയാനല്ലേ പോകുന്നത്. അപ്പം ആദ്യത്തെ 2 ദിവസമൊക്കെ വലിയ ശുഷ്കാന്തിയോടുകൂടിയൊക്കെ ചെയ്തു. പിന്നെ 3-ാമത്തെ ദിവസമായപ്പോൾ വീണ്ടും അവിടെ തന്നെ പോന്നായിരുന്നോട്ടെ, തനിയെ ഉണങ്ങിക്കോളൂ എന്ന് വിചാരിക്കും. ഒരു 15 ദിവസമൊക്കെ കഴിഞ്ഞപ്പോൾ ഈ കാലൊന്നും നമുക്ക് രാത്രി ഇങ്ങനെ ഒരു ഭാഗത്ത് കോച്ച് പിടിച്ചിട്ടേ AC റൂമല്ലേ. അപ്പോൾ ഈ തലയിൽ എടുത്ത ഹെയർ ഡ്രയർ ഇട്ട് കാല് ചൂടാക്കിയിട്ട് ബെഡ്ഷീറ്റ് കൊണ്ട് കെട്ടും, എന്നാലേ കിടക്കാൻ പറ്റത്തുള്ളൂ, അല്ലെ ഉറങ്ങാൻ പറ്റത്തില്ല. അപ്പം അങ്ങനെയുള്ള ഒരുപാട് ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഞങ്ങൾ രണ്ടുപേരും അഭിനയിച്ചു. പിന്നെ സ്ത്രീകളാണ്, മറ്റ് പലതരത്തിലുള്ള ശാരീരിക ബുദ്ധിമുട്ടുകളും ഉണ്ടാവും. അപ്പോൾ അത് ഇവിടം വരെ വെള്ളമുള്ളപ്പം നിൽക്കാനുള്ള ബുദ്ധിമുട്ട് ആലോചിച്ചു. അപ്പോൾ അങ്ങനെയൊക്കെ പല രീതിയിലുള്ള ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട് സിനിമയ്ക്ക്. പക്ഷേ ഇന്നിപ്പോൾ ക്രിസ്റ്റോ പറഞ്ഞ പോലെ ഈ 2 ദിവസത്തെ പ്രേക്ഷകരുടെ റിയാക്ഷൻ കാണുമ്പോൾ എല്ലാം മറന്നു വന്നു നമ്മൾ, ആ സമയത്തെ പ്രയാസങ്ങളും കാര്യങ്ങളൊക്കെ. പിന്നെ മീഡിയയിലുള്ളവരും വളരെ സൗഹൃദപൂർവ്വം ഒരു പടത്തെ അപ്രോച്ച് ചെയ്തിരിക്കുന്നത് കുറേ നാളിന് ശേഷം ആദ്യമാണ്. കാരണം നിങ്ങൾ പലപ്പോഴും ഈ വേറെ ഏരിയയിൽ ചോദ്യമൊക്കെ ചോദിക്കുമ്പോൾ ഞാനൊക്കെ ചിലപ്പോൾ ദേഷ്യം തോന്നും. കാരണം നമുക്ക് ടിക്കറ്റും റൂം സൗകര്യവും തന്നിട്ട് ഇവിടെ വന്ന് 3 ദിവസം നിന്ന് പ്രൊമോഷൻ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ചോദിക്കാൻ ചോദ്യങ്ങളില്ല. കാരണം സിനിമയെക്കുറിച്ചൊന്നും നിങ്ങൾക്ക് അറിയില്ല. ഈ ആർട്ടിസ്റ്റ് എന്ന് പറയുന്നത് അവിടെ ഇവിടെയായിട്ടുള്ള കാര്യങ്ങളെ നിങ്ങൾക്ക് അറിയത്തുള്ളൂ. അപ്പോൾ അതിനെക്കുറിച്ച് ചോദിക്കാൻ ലിമിറ്റേഷൻസ് ഉണ്ട്. പലതും ഞങ്ങൾക്ക് പടം റിലീസാവുന്നതിന് മുമ്പ് അങ്ങനെ ഫ്രാങ്കായിട്ട് പറയാനും പറ്റുന്നില്ല. അപ്പോൾ നിങ്ങളെല്ലാം കണ്ടതിന് ശേഷമുള്ള ചോദ്യങ്ങൾ എന്ന് പറയുമ്പോൾ ആ സിനിമയുടെ ഓരോ പൾസും അറിഞ്ഞ് ചോദിക്കുന്നതിന് ഒരുപാട് വ്യത്യാസമുണ്ട്. പ്രാവശ്യം ഞാൻ മീഡിയയുടെ ഈ ഒരു പ്രസ് മീറ്റ് ഞങ്ങൾ ക്രിസ്റ്റോയോട് പറയായിരുന്നു, എല്ലാവരും അങ്ങനെയാണ് ചെയ്യേണ്ടത്. കാരണം പടം കണ്ടിട്ട് നിങ്ങൾ വരുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായ ചോദ്യങ്ങൾ, ഇപ്പോൾ വിഷ്ണു ചോദിച്ച ഓരോ ചോദ്യങ്ങൾക്കും ഒരു കൃത്യതയുണ്ട്. പിന്നെ ചോദിച്ചു എന്തോ കോമഡി പടം പോലെ, അപ്പം കത്തിയെടുത്ത് കുത്തുന്ന പടമാണെങ്കിൽ കത്തിയുമായിട്ട് വരണോ, എന്ത് പോയി പറഞ്ഞ് എനിക്ക് മനസ്സിലായി. അപ്പം എൻ്റെ ഇടയിൽ കൂടെ കയറിയില്ലെന്നുള്ളത്. ഒരു ആക്ഷൻ പടമാണ്, അങ്ങനത്തെ സിനിമ കാണുമ്പോഴത്തേക്ക് നടന്മാരുണ്ട് ആക്ഷൻ
വളരാതുള്ളവർ വരും ഇല്ലല്ലോ. ഓരോ വ്യക്തിത്വത്തിനനുസരിച്ചല്ലേ സംസാരിക്കാൻ പറ്റൂ. എല്ലാവരും വളരെ ഗൗരവത്തോടെ സിനിമയുടെ ആന്തോളനങ്ങളിൽ സ്പർശിക്കുമ്പോൾ എന്നൊക്കെ പറഞ്ഞ വല്ല കാര്യമുണ്ടോ? ഇച്ചിരി നേരം ചിരിക്കുക, സന്തോഷിക്കുക, പോവുക. അതാണോ നല്ലത്? അല്ലേ? ആ, അത് മാത്രമാണ് നല്ലത്. താങ്ക് യു മാം, താങ്ക് യു ക്രിസ്റ്റോ. ഒരുപാട് നന്ദി സിനിമയെ പറ്റി സംസാരിച്ചത്, നല്ല സിനിമ ഉണ്ടാക്കിയതിന് താങ്ക് യു. എല്ലാരും കണ്ടതല്ലേ? എല്ലാരും കണ്ടല്ലോ. അതെ. ഒരാൾ അല്ലെന്നോ ആണെന്നോ കണ്ടതാണോ? ടിക്കറ്റ് കിട്ടിയില്ലെന്നായിരിക്കും. അങ്ങനെയാണോ? കാണണം കേട്ടോ. ഓക്കെ, താങ്ക് യു സോ മച്ച്, താങ്ക് യു സോ മച്ച്, താങ്ക് യു സോ മച്ച്. നമ്മുടെ